നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അകത്ത് വെക്കോ. അത് ഞാൻ ഡീൽ ചെയ്തു. അപ്പൊ ഇത് ഞാൻ ഡീൽ ചെയ്തു. എന്താ തുറക്കാൻ ഇത്ര താമസം? ആരാ? നമ്മളാരാണാവോ? സ്ഥലം SP യാ. യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ? കുരുവിള നീ ചെല്ല്. കുരുവിള അച്ഛനാ? അപ്പായിക്ക് മനസ്സിലായില്ലേ? ഡാഡിയുടെ മാനേജറാണ്. ഓ, ഇങ്ങോട്ട് മാറ. നമസ്കാരം. അതൊന്നും തോന്നരുത്. പിള്ളേര് പഠിക്കുന്ന തിരക്കിലായതുകൊണ്ട് അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവരുന്ന് കരുതി ആരെയും മുറിക്കാത്തോട്ട് കയറ്റുന്നില്ല. അതുകൊണ്ടാ ഞാനൊരു ഫയൽ എടുക്കാൻ വന്നതാ. ഞാൻ എടുത്തരാം. എവിടെ ഇരിക്കണത്? ആദ്യം ഒന്ന് ഇരിക്കട്ടെ. എന്നാ മുടിഞ്ഞ ഹർത്താല, വഴിതടയിലും ബഹളവും. ഒരു പ്രകാരത്തിനാ ഇവിടെ എത്തിക്കിട്ടിയത്. പിള്ളേര് നല്ല പഠിത്തമാണെന്ന് തോന്നുന്നു. അത് പിന്നെ ഈ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാ. ഇങ്ങനെ ഉറക്കം വരാതിരിക്കാനേ ബീർ ഫസ്റ്റാ. ഇതേതാ ഈ കാലം? എന്റെ എക്സ്ട്രാ സെക്യൂരിറ്റി അല്ലേ, അപ്പൊ ഈ നിന്ന് കാല് കഴിക്കുമ്പോ പകരം വെക്കാൻ വേണ്ടി. ഒന്ന് മാറിക്കേ. ഇതേതാ ഈ കുട്ടി? ഇതോ, ഇത് പഠിപ്പിക്കാൻ വന്നാ. അല്ല, ഇവരോടൊപ്പം കൂട്ടുചേർന്ന് പഠിക്കാൻ വന്നതാ. ഇന്നലെ മുഴുവൻ രാത്രി ഉറക്കളച്ചിരുന്ന് പഠിത്തമായിരുന്നു. അതിന്റെ ക്ഷീണം. അതെ, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാ. അതുകൊണ്ടാ. എന്താ കുട്ടിയുടെ പേര്? അരുണ. അരണേ? അരണയല്ല, അരുണ. ഈ രുക്മിയുടെ ഇങ്ങനെ ചുറ്റിക്കെട്ടി. അത് ഈ കുട്ടി പറയില്ലേ? ഭയങ്കര നാണക്കാരിയാ. പരിചയമില്ലാത്ത ആൾക്കാരുടെ മുഖത്ത് പോലും നോക്കില്ല. പിന്നെ എങ്ങനെയാ സംസാരിക്കുക? ഇപ്പോഴത്തെ കുട്ടികൾക്ക് നാണോ? ഇയാളെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഞാൻ അപ്പാവി, ഞാനല്ല ഡോർ വന്ന് സാറിനെ അതോട്. ഈ കുട്ടിയടോ? ഈ കുട്ടി ഈ കുട്ടിയുടെ ക്ലിപ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലല്ലേ? ഡപ്മാഷ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ചായ എടു. പാലില്ല. കട്ടൻ മതി. വെള്ളമില്ല. നല്ല ഉറക്കക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. പറയട്ടെ. അല്ല, പോകാൻ ധൃതി? എനിക്ക് ഒരു ധൃതിയില്ല. മക്കളെ, ഓടി വാടാ. എന്താ ചേട്ടാ? എന്താ ഈ സാറ് കാണിച്ച പണിയുണ്ടോ? ഞാനെന്ത് കാണിച്ചത്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അടുത്തിരുന്നേ ഉള്ളൂ. അപ്പൊ എന്റെ മടിയിലേക്ക് വന്നു. പിന്നെ ചുമ്മാ അടുത്തിരുന്ന പറഞ്ഞ കുട്ടി കാമന്നടിച്ച് വീഴല്ലേ? ഇതൊന്നുമല്ല, നിങ്ങളെ എന്തോ കാര്യമായിട്ട് ചെയ്തേ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇത് കേസ് വേറെയാണ്. പഠിക്കാൻ വന്ന പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പുറത്താരെങ്കിലും പറഞ്ഞ കാര്യം കൈവിട്ടു പോകും. പത്രത്തിൽ പണം വരും. നോക്കി നിൽക്കാതെ ഫോൺ എടുത്ത് ഡാഡിയെ വിളിക്കണം. അദ്ദേഹം അറിയട്ടെ ഈ കാമഭ്രാന്തന്റെ സ്വരൂപം. ആരെയും വിളിക്കട്ടെ. ഞാനിവിടെ വന്നിട്ടുമില്ല, നിങ്ങളെ കണ്ടിട്ടുമില്ല. അപ്പൊ ഫയൽ വേണ്ടേ? വയറിൽ പടം വരാനിരിക്കുമ്പോഴാണ് അവന്റെ ഒരു ഫയല്. മാറണ ഒഴിവായി. എന്തുപറ്റി? ഒന്നുമില്ല. വെള്ളം എപ്പ എത്തും രാഹുലേട്ടാ? ഒരു പിടിയില്ല മോളെ. എന്തൊരു കഷ്ടം ഇത്. ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ച ഫ്ലാറ്റിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ആരും വിശ്വസിക്കില്ല. രാഹുലേട്ടൻ എന്താ ഒരു ടെൻഷൻ? അത് ഈ വെള്ളം ഇല്ലാത്തന്റെ. ഓ, എന്തൊരു ടെൻഷനാ. അല്ല, ചോദിക്കാൻ മറന്നു, ഇന്നത്തെ ബെസ്റ്റ് കപ്പിൾ ആരായിരുന്നു? അയ്യോ, അത് ഞാൻ പറയാനോങ്ങും മറന്നുപോയി. ഈ ലാഫിംഗ് അപ്പാർട്ട്മെന്റിലെ മാതൃകാ ദമ്പതികൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് രാഹുൽ മേനോൻ. എന്താ മീര? ഈ പൊട്ടേതാ രാഹുലേട്ടാ? നോക്കട്ടെ. ഈ പൊട്ട് നിന്റെ പൊട്ട്, ഞാൻ വാങ്ങിത്തന്ന ആ പൊട്ട്. രാഹുലേട്ടനോ? പൊട്ട് വാങ്ങി തരാനോ? അങ്ങനൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഇത് എന്റെ പൊട്ടല്ല. എന്താ മീര ഇത്? നിന്റെ പൊട്ടല്ലാതെ പിന്നെ ഇത് ആരുടെ പൊട്ട്? ഞാൻ പൊട്ട് തൊടില്ലല്ലോ. പുറത്തുനിന്ന് വരുന്ന ഒരാളെ നമ്മൾ ഈ റൂമിലോട്ട് കേറ്റാറില്ല. പിന്നെ ഇത് ആരുടെ പൊട്ടാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇത് ചിലപ്പോ നീ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ പൊട്ടില്ലാത്തോണ്ട് കൂട്ടുകാരിൽ നിന്ന് മേടിച്ചായിരിക്കും. അതായിരിക്കും കറക്റ്റ്. സൂക്ഷിക്കണം കേട്ടോ മോളെ. ഈ ഇടയായിട്ട് നിനക്ക് നല്ല മറവിയുണ്ട്.
ഈ പൊട്ട് 2 ദിവസമായിട്ട് ഈ കണ്ണാടി തന്നെ ഇരിപ്പുണ്ട്. സത്യമായിട്ടും ഉണ്ട്. എന്താ? ഇവിടെ ഒരു പെണ്ണിന്റെ മണമുണ്ട്. ഉണ്ടല്ലോ. ആരുടെ? നീ ഒരു പെണ്ണാണല്ലോ, നിനക്കൊരു സുഗന്ധമുണ്ടല്ലോ. എന്റെ ഗന്ധ സുഗന്ധമൊക്കെ അവിടെ നിക്കട്ടെ. ശ്ശേ, ഈ മണത്ത് പിടിക്കാൻ നീ ആരാ? പോലീസ് നായോ? എന്താ? ഇതാരുടെ ഷോള്? സാറയുടെ. സാറയുടെയോ? ഏത് സാറാ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞ സാറാ. ശ്ശേ, ഏത് സാറാ? എവിടുത്തെ സാറാ? ഞാനൊന്നും സാറാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മീരയുടെ, അതായത് നിന്റെ ഷാളാണ് ഇത്. ഇല്ല, എനിക്ക് ഇങ്ങനെ ഷോൾ ഇല്ല. എന്നാ ചിലപ്പോ മേളത്തെ ഫ്ലാറ്റിൽ നിന്ന് പറന്നു വന്നിട്ട് നമ്മുടെ ഫ്ലാറ്റ് വന്ന് വീണതായിരിക്കാം. ഇന്നാളങ്ങനെ ഒരു കർച്ചിഫ് കാണപ്പോ നീയാണല്ലോ തിരിച്ചോണ്ട് കൊടുത്തത്. എന്റെ പൊന്നു മീര, നീ അവിടെ ഇരുന്നേ. നീ എന്നെ ഇങ്ങനെ അവിശ്വസിക്കരുതേ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ മാതൃകാ ദമ്പതികളല്ലേ മോളെ? നോക്കിയേ, നിന്റെ ഷാള് തന്നെ ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഇരുന്നാലോ? ബാക്കി ചടങ്ങുകൾ നടത്താൻ നോക്കും മനുഷ്യ. തങ്കം, വെള്ളമില്ലാതെ എങ്ങനെയാ? ഇന്ന് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇതിനിങ്ങനെ വെച്ചോണ്ടിരിക്കാനാ നിങ്ങളുടെ പരിപാടി? ദേ കിടന്ന് കിടന്ന് സാധനം ചെയ്യുവേ. അപ്പാവിടെ ആത്മാവ് മുറിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽപ്പുണ്ട്. നീര് കൊടുത്താലേ അത് സ്വർഗത്തിൽ പോകും. എന്നിട്ട് വേണം ഇറക്കി കിടത്താൻ തങ്കം. ആത്മാവ് മണ്ണാൻ കട്ട. ധൃതി കൂട്ടാതെ തങ്കം. നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കണം. നാളെ നമുക്കും അങ്ങോട്ട് ചെല്ലാനുള്ളതാ. അവിടെ ചെല്ലുമ്പോ അപ്പ ചോദിക്കില്ലേ, എന്ത് വെള്ളം തരാതെ എന്നെ ഇവിടെ ഇട്ട് ഇങ്ങനെ വട്ടം കറക്കിയത് എന്തിനാണെന്ന്? അപ്പൊ നമ്മൾ എന്ത് മറുപടി പറയും തങ്കം? നിങ്ങൾ വിട്ടുന്ന മറുപടി ആലോചിച്ചോണ്ടിരുന്നു. ഞാനേ എന്റെ പാട്ടിന് പോവുക. പോകുമ്പോ ആ മൊന്ത കൂടി എടുത്തോ. ഉവ്വ, മൊന്ത മാത്രാക്കുന്ന എന്തിനാ? ചട്ടി കലവും ബക്കറ്റും കിണ്ടിയും ഒക്കെ കൊണ്ടുപോവാ. അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, സന്തോഷാകത്തേ ഉള്ളൂ. ആത്മാനെ എയർ ടിക്കറ്റ് എടുത്ത് പറഞ്ഞു വിടാനുള്ളതല്ലേ. നീ ആക്കണതല്ലോ. എന്റെ ദൈവമേ, ജീവിച്ചിരുന്നപ്പോ ഇങ്ങനെ മനസമാധാനം തന്നിട്ടില്ല. ചത്തു കഴിഞ്ഞിട്ടും അത് തന്നെയാണല്ലോ അവസ്ഥ. എന്തായാലും നിങ്ങൾ ഈ ശവം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. ഞാനേ എന്റെ പാട്ടിന് പോവുക. അല്ല പിന്നെ അപ്പാ, വേറെ നിവൃത്തിയില്ലേ? ഗംഗാജലമാണെന്ന് വിചാരിച്ച ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. നിന്റെ ഫോൺ ബെല്ലടിച്ച് ഞാൻ നോക്കാൻ വന്നാ. ഒന്നും പറ്റിയില്ലല്ലോ. പറ്റിയാണ്. ഹലോ, എന്താ സുഗന്ധി? ഞാൻ ഓർക്കത്തില്ലായിരുന്നു. കൊണ്ടുവരാം. ഉറങ്ങിക്കോ. അശ്ശോ. അയ്യോ, ഇത് തുറക്കരുത്. ദേ, ഇങ്ങോട്ടിറങ്ങടി. അല്ല, ഏതാ ഇവള്? ഇത് നമ്മുടെ സാറാ. സാറാ എന്താ ഈ വഴിക്ക്? ഏത് സാറാ? ഇത് സാറാ, എന്റെ പഴയൊരു ഫ്രണ്ടാ. ഈ വഴിക്ക് പോയപ്പോ വെറുതെ ഒന്ന് കയറിയതാ. ഇന്ന് ഹർത്താലല്ലേ? പഴയ ഫ്രണ്ടിനെ അലമാരിക്കത്ത് ഏറ്റാണ് ഒളിപ്പിച്ച് വെക്കുന്നത്. പ്ലീസ് പതുക്കെയോ? എല്ലാരും കേക്കട്ടെ. മാതൃകാ ദമ്പതികൾക്കുള്ള അവാർഡ് വാങ്ങിച്ച രാഹുൽ മേനോൻ തനിനിറ എല്ലാരും അറിയട്ടെ. സത്യം പറയടി, നീ എപ്പോഴാണ് വലിയ കയറിയത്? രാവിലെ. രാത്രിയില്? അല്ല, അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. രാത്രിയില കയറിയത്. എത്ര നാളായി തുടങ്ങിയിട്ട്? ഫോണിൽ കൂടെ കുറെ വിളിച്ചിട്ടുണ്ടെന്നാലും ആദ്യമായിട്ടാണ് നേരിട്ട്. അതെ അതെ മോളെ മീര, സത്യമായിട്ടും എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ. അവളെ പോയിക്കോട്ടെ, നിന്നോട് ക്ഷമിക്കണം. കണ്ണി കണ്ടോളുമാരിലെ വീട്ടിനകത്ത് വലിച്ചു കേട്ട് കയ്യബദ്ധം പറ്റിയതാണ്. ഇങ്ങോട്ട് പാടി മീര. എന്റെ ഭഗവാനെ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇറങ്ങ് പോ. പോടി. എന്നെ കോപ്പ് കാണാൻ വന്ന് നിൽക്കുക. വാ, അവിഹിതം. ഭാര്യ കയ്യോടെ പിടികൂടി. ടൗണിലെ സുധാകരന്റെ ഫ്ലാറ്റ് എന്ന് കേട്ടപ്പോ വലിയ സംഭവം എന്നാ വിചാരിച്ച്. ഇതിപ്പോ കനാലുമേരിയുടെ വീട് പോലെ ആയി. കനാലുമേരിയോ? അതാരാ? നിന്റെ ഈ പ്രായത്തില് നീ കനാലുമേരി അറിയണ്ട.